വിശ്വാസ ആചാരാനുഷ്ഠാന വൈചിത്ര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി മനുസ്മൃതിയും മറ്റുമൊക്കെ പറയുന്നത് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. വിരാട് പുരുഷനാണ് മനുവിനെ സൃഷ്ടിച്ചത്. വിരാട് പുരുഷൻ മനുവിനെ സൃഷ്ടിച്ചു. മനു പിന്നെ സകലതിനെയും സൃഷ്ടിച്ചു എന്നാണ് മനുസ്മൃതി 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ വിരാട് പുരുഷൻ മനുവിനെ സൃഷ്ടിച്ചു, മനു മറ്റു വസ്തുക്കളെ സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ എത്ര സൃഷ്ടാക്കളായി? ബ്രഹ്മാണ് ബ്രഹ്മാവിന് അസ്തിത്വം കൊടുക്കുന്നത്. ബ്രഹ്മാവ് വിരാട് പുരുഷന് അസ്തിത്വം കൊടുക്കുന്നു. പിന്നീട് മനു സൃഷ്ടിക്കപ്പെടുന്നു. ആ മനു എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നു. അപ്പോൾ അവിടെ 4 സൃഷ്ടാക്കളായി. ഈ 4 സൃഷ്ടാക്കളിൽ ഒതുങ്ങുണ്ടോ എന്ന് ചോദിച്ചാലില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് മനുസ്മൃതി പറയുന്നത് എന്താണ്? മനു കഠിന തപസ് ചെയ്തിട്ട് ആദ്യം പ്രജാപതികളായ 10 മഹർഷിമാരെ സൃഷ്ടിച്ചു എന്നാണ്. മനു കഠിന തപസ് ചെയ്തിട്ട് പ്രജാപതികളായ 10 മഹർഷിമാരെ സൃഷ്ടിച്ചു. ഇത് മനുസ്മൃതി 34-ാമത്തെ ഇതിലാണ് പറഞ്ഞത്. അവരുടെ പേര് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, പ്രജേതസ്, വസിഷ്ഠൻ, ഭൃഗു, നാരദൻ ഇവരാണ്. അങ്ങനെയുള്ള 10 മഹർഷിമാരെ സൃഷ്ടിച്ചു. ഈ 10 മഹർഷികൾ മഹാതേജസ്വികളായിട്ടുള്ള 7 മനുക്കളെ സൃഷ്ടിച്ചു. ഈ 10 മഹർഷിമാരാണ് പിന്നീട് മഹാതേജസ്വികളായ 7 മനുമാരെ സൃഷ്ടിക്കുന്നത്. പിന്നെ ദേവന്മാർ, അതുപോലെ സ്വർഗം, ദേവന്മാരുടെ വാസസ്ഥലം എന്നുള്ളതൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സൃഷ്ടാക്കളുടെ എണ്ണം പിന്നെയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതെത്ര വരിക? ആദ്യത്തെ 4ഉം 10ഉം 14ആയി. അപ്പോൾ 14 സൃഷ്ടാക്കൾ ആണ് സൃഷ്ടികർമ്മം നടത്തണമെന്ന് വരും. ഇനി ആ സൃഷ്ടാക്കൾ എന്തിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് മനുസ്മൃതിയിൽ പിന്നീട് തുടർന്ന് പറയുന്നുണ്ട്. അത് കുറേ ദീർഘമുള്ള പരാമർശമാണ്. അതുകൊണ്ട് നമ്മളത് വിട്ടുകളിയാണ്. പിന്നീട് സൃഷ്ടിപ്പിൻ്റെ അവസാനത്തിൽ പ്രളയം വരുന്നു. പ്രളയവും മഹാപ്രളയവും ഉണ്ട്. ഇത് രണ്ടും മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രളയവും മഹാപ്രളയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്രഹ്മാവ് ഉണർന്നിരിക്കുമ്പോൾ സൃഷ്ടി നടത്തുന്നു. ഉറങ്ങുമ്പോൾ ജഗത്ത് മുഴുവൻ ലയിക്കുന്നു. ബ്രഹ്മാവാണ് ഇവിടെ യഥാർത്ഥ സൃഷ്ടാവ്. ബ്രഹ്മാവ് ഉണർന്നിരിക്കുമ്പോൾ സൃഷ്ടി നടത്തുന്നു. ഉറങ്ങുമ്പോൾ ജഗത്ത് മുഴുവൻ ലയിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ലയത്തെയാണ് ഇവിടെ പ്രളയം എന്ന് പറയുന്നത്. എന്നാൽ മഹാപ്രളയമോ പരമാത്മാവിൽ സർവഭൂതങ്ങളും ഒരേ കാലത്ത് ലയിക്കുമ്പോൾ പരമാത്മാവ് ജാഗ്ര സ്വപ്ന വ്യാപാരങ്ങളില്ലാതെ സുഖസുഷുപ്തിയിൽ ലയിക്കുന്നു എന്നാണ്. അപ്പം ഇതിനെയാണ് മഹാപ്രളയം എന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അവസ്ഥ, അതായത് ബ്രഹ്മാവ് ഉണർന്നിരിക്കുമ്പോൾ സൃഷ്ടി നടത്തുകയും ഉറങ്ങുമ്പോൾ ജഗത്ത് മുഴുവൻ ബ്രഹ്മാവിൽ ലയിക്കുകയും ചെയ്യുന്നതിന് പ്രളയമെന്ന് പറയുന്നു. പരമാത്മാവ് സർവഭൂതങ്ങളെയും ഒരേ കാലത്ത് പരമാത്മാവിൽ സർവഭൂതങ്ങളും ഒരേ കാലത്ത് ലയിക്കുക. അങ്ങനെ ലയിക്കുമ്പോൾ പരമാത്മാവ് ജാഗ്ര സ്വപ്ന വ്യാപാരമില്ലാതെ സുഷുപ്തിയിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് മഹാപ്രളയം എന്നുള്ളത്. പരമാത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മത്തെ സംബന്ധിച്ചാണെങ്കിൽ മറ്റത് ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടതിന് പ്രളയമെന്നും പരമാത്മാവുമായി ബന്ധപ്പെട്ടതിനാണ് ബ്രഹ്മവുമായി ബന്ധപ്പെട്ടതിന് മഹാപ്രളയം എന്നും പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ
ബൈബിളും ഖുർആനും എന്ത് പറയുന്നു എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു സംഗതി, ബൈബിളിൻ്റെ ഭാഷ അനുസരിച്ച് അല്ലെങ്കിൽ വിവരണമനുസരിച്ച് കർത്താവായിട്ടുള്ള യഹോവ മാത്രമാണ് സൃഷ്ടികർത്താവായിട്ടുള്ളത്. അതായത് ഏകനായിട്ടുള്ള സൃഷ്ടികർത്താവ്. ഖുർആനിൻ്റെ അധ്യാപനമനുസരിച്ച് അത് പേര് അള്ളാഹു എന്ന് പറയുന്നു. അപ്പം ബ്രഹ്മം, അതുപോലെ തന്നെ കർത്താവായിട്ടുള്ള യഹോവ, അള്ളാഹു, ഈ മൂന്നും ഒരേ ശക്തിയെ സംബന്ധിച്ച് ആണ് വരിക. എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ 3 വേദങ്ങളും അല്ലെങ്കിൽ 3 മതങ്ങളും, ജൂതമതം, പിന്നെ അത് ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് വ്യതിയാനമുണ്ട്. അത് യേശുവിനാണ് അവർ കൂട്ടുന്നത്. അതുകൊണ്ട് ക്രിസ്തു മതത്തെ നമ്മളിപ്പോൾ ഇതിൽ എണ്ണുന്നില്ല. യഹൂദമതം, അതായത് ബൈബിള് പഴയ നിയമം, അതുപോലെ തന്നെ ഖുർആന്, ഹൈന്ദവ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന വിശ്വാസം ബ്രഹ്മം, അതുപോലെ തന്നെ കർത്താവായിട്ടുള്ള യഹോവ, അള്ളാഹു, ഈ മൂന്നും ഒരേ ശക്തിയെ സംബന്ധിച്ചാണ് എന്ന് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 വേദങ്ങളനുസരിച്ചും സൃഷ്ടാവ് ഒരുത്തനേ ഉള്ളൂ എന്നാണ് വരിക. അപ്പോൾ പിന്നെ ഈ മനുസ്മൃതിയിലുള്ള ഈ 10, 17, 16, 15 ഒക്കെ പറയുന്ന ഈ സൃഷ്ടാക്കളൊക്കെ എങ്ങനെ ഉണ്ടായി? 7 മനുക്കൾ ഓരോ ഘട്ടത്തിനും ഓരോ മനുണ്ട് എന്നാ. അപ്പം ഇങ്ങനെയുള്ള ബഹു സൃഷ്ടാക്കൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ മെനഞ്ഞെടുത്തിട്ടുള്ള അന്ധവിശ്വാസമാവാനാണ് സാധ്യത. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. വിശുദ്ധ ഖുർആൻ അത് വളരെ അടിസ്ഥാനപരമായി തന്നെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ സംഗതി ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സൃഷ്ടാവ് മാത്രമേ ഈ പ്രപഞ്ചത്തിനുള്ളൂ. അതിന് ബുദ്ധിപരമായിട്ടുള്ള ഒരു ന്യായം കൂടി ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നിലധികം സൃഷ്ടാക്കൾ ഉണ്ടായിരുന്നു പ്രപഞ്ചത്തിന് എന്ന് സങ്കല്പിക്കുക. എന്താണ് സംഭവിക്കുക? ഖുർആൻ പറഞ്ഞത് ലദഹബ കുല്ലു ഇലാഹിം ബിമാ ഖലഖ് എന്നാ. ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായിട്ട് കടന്നു കളയും. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചം ഇന്ന് കാണുന്ന ഈ വിധത്തിലുള്ളൊരു പ്രപഞ്ചം ഉണ്ടാവില്ല, അത് നശിച്ചിരിക്കും എന്നുള്ളതാണ്. അതേസരം ഒറ്റ സൃഷ്ടാവാണെങ്കിലോ ആ സൃഷ്ടാവ് അതിനെ സൃഷ്ടിക്കുന്നു എന്നത് മാത്രമല്ല, അതിനെ സംരക്ഷിക്കുന്നതും പിന്നീട് അവസാനത്തിൽ അതിനെ നശിപ്പിക്കുന്നതും ഒക്കെ ഒരേ സൃഷ്ടാവാകുമ്പോൾ ആ സൃഷ്ടാവിൻ്റെ ഉദ്ദേശവും ഇംഗിതവും അനുസരിച്ചാണ് പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ നടക്കാറ്. അല്ലെങ്കിൽ എല്ലാവരും സർവശക്തന്മാരായി തീരണം ഈ എല്ലാ സൃഷ്ടാക്കളും. ഞാൻ സൃഷ്ടിച്ചത് മറ്റവന് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മറ്റവൻ സൃഷ്ടിച്ചത് ഇങ്ങോട്ട് കയ്യേറാൻ പറ്റുമെങ്കിൽ കയ്യേറാം, അല്ലാതെ സ്വന്തം സൃഷ്ടിയെ മറ്റവന് വിട്ടുകൊടുക്കാനുള്ള ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരവസ്ഥയിൽ വരുമ്പോൾ പ്രപഞ്ചം നിലനിൽക്കൂല എന്നുള്ളതാണ്. അപ്പോൾ അത് നശിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിന് പുറമെ വേറെയും ഇലാഹുകളുണ്ടായിരുന്നുവെങ്കിൽ, സൃഷ്ടാക്കളുണ്ടായിരുന്നുവെങ്കിൽ അത് നശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരേ ഒരു സൃഷ്ടാവ് മാത്രമാണ് നടത്തുന്നത് എന്ന ഖുർആനിൻ്റെ ഈ അധ്യാപനമാണ് അടിസ്ഥാനപരമായി ബൈബിൾ പറഞ്ഞാൽ പഴയ നിയമം, അതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന അധ്യാപനങ്ങളും വിളിച്ചോതുന്നത് എന്നതാണ് വസ്തുത. എന്നാൽ ഈ പ്രളയം സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ പറയുന്ന വിധത്തിലുള്ളൊരു പ്രളയമല്ല. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് പേര് ബ്രഹ്മെന്നോ അള്ളാഹുന്നോ യഹോവാന്നോ എന്ത് പറഞ്ഞാലും സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം സുഷുപ്തി, ഉറക്കം, മയക്കം ഇത്യാദി യാതൊരു സംഗതിയും ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്നുള്ള. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവനെ മയക്കം ബാധിക്കുന്നില്ല, ഉറക്കവും ബാധിക്കുന്നില്ല. വമാ മസ്സനാമിൻ ലുഗൂബ്, നമ്മളെ ക്ഷീണം ബാധിച്ചിട്ടില്ല പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്രമിക്കാനുള്ള അവസ്ഥയില്ല. ഇവിടെ പക്ഷേ പഴയ നിയമത്തിൽ പറയുന്നത് യഹോവ അല്ലെങ്കിൽ ദൈവം
6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നടത്തുകയും 7ാമത്തെ ദിവസം ദൈവം വിശ്രമിക്കുകയും ചെയ്തു എന്നാണ്. അതിനെ ഖുർആൻ നിരാകരിക്കുക ചെയ്യണത്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി ഖുർആൻ വിയോജിക്കുന്നത് ദൈവത്തിന് ഉറക്കമുണ്ട്, അതുപോലെ മയക്കമുണ്ട്, അതുപോലെ വിശ്രമിക്കുന്നുണ്ട് എന്ന ആ ഒരു സങ്കല്പത്തോടാണ്. അതൊരിക്കലും ഖുർആൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഖുർആനിൻ്റെ ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, അള്ളാഹുവുമായി ബന്ധപ്പെട്ട അധ്യാപനം അത് മനസ്സിലാക്കുമ്പോൾ അതാണ് പൂർണ്ണമായിട്ട് സത്യസന്ധം എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ഈ സഞ്ചാരങ്ങളും കറക്കവും ഇതൊക്കെ യാതൊരു അപകടവും കൂടാതെ അത് തെന്നിമാറിപ്പോവാതെ നിലനിൽക്കണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന നിയന്താവ്, അവന് മയക്കമോ അത് ഉറക്കമോ അതുപോലെ തന്നെ വിശ്രമം ആവശ്യമായിട്ടുള്ള വിധത്തിലുള്ള ക്ഷീണമോ ഒന്നും ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത്.